വിശുദ്ധിയാണ്. തിരുമേനിയുടെ ജീവിതത്തിന്റെ അടിയന്തര പരിശോധിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. എന്നാൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പരിശുദ്ധനായ തിരുമേനിയെ വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒറ്റ ഉത്തരമാണ്: സമൂഹത്തിന്റെ തിരവിളിയോടെ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ആർക്ക് സാധിച്ചു? തിരുമേനിക്ക് സാധിച്ചു. പരമ്പര സഭയെ ഒരു മിഷണറി സഭയാക്കി മാറ്റുവാൻ തക്കവണ്ണം മുഖാന്തരമാകുന്നത് പരിവർത്തിയുടെ ജീവിതകാലം കൊണ്ട്. അതിനു മുമ്പ് മറ്റുള്ളവരെ സഭയിലേക്ക് ചേർത്ത് ഗോപാസ്തയുടെ കാലത്തെന്നാണ് ആരെങ്കിലും മാമോദിസം ചേർത്തതല്ലാതെ അതിനുശേഷം അങ്ങനെ ഒരു സംഭവം പോലും ഈ സഭയിൽ ഉണ്ടായതായി ചരിത്രമില്ല. എന്നാൽ പരിശുദ്ധമായ പരിമളത്തിനുവേണ്ടി ഊർസ്ലേം യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് പരിമളത്തിനുവേണ്ടി യാത്രകൾക്ക് ശേഷം ശമാശന്മാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. എന്തോ ഒരു ഊർജം തിരുമേനിയെ പരിസരങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ്. പാവപ്പെട്ടവരുടെ മുഴുവൻ കഴുതിറങ്ങി മണ്ണുകൊണ്ട് മെഴുകിയ, ചാണകം കൊണ്ട് മെഴുകിയ തറയിൽ പോയിരുന്ന അവരോടൊപ്പം സുവിശേഷം പറഞ്ഞ് അവർക്ക് വെളിച്ചം പകർന്ന് അവർക്ക് വിദ്യ പകർന്ന് അവരെ സ്വന്തം കൈകൊണ്ട് മാമോദീസം മുക്കി ഈ മലങ്കര സഭയിൽ വിപ്ലവാത്മകമായ ഒരു ചലനം സൃഷ്ടിച്ച മലങ്കര സഭയിലെ ആദ്യത്തെ പിതാവാണ് പരിശുദ്ധനായ പരിമള തിരുമേനി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിമള